ലോകപ്രശസ്തമായിട്ടുള്ള മോണ്ടെഹാർ പ്രോബ്ലം അഥവാ 3 ഡോർ പ്രോബ്ലം ആണ് ഈ വീഡിയോയിലൂടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് പോകുന്നത്. ഇത് നമ്മുടെ +1 സിലബസിലുള്ള ടോപ്പിക്സ് ഒന്നുമല്ല, എങ്കിൽ പോലും തന്നെ കഴിഞ്ഞ 50 വർഷത്തോളം കാലം പലർക്കും മനസ്സിലാവാതെ പോയ ഒരു സൊല്യൂഷനാണ്. അതെന്താണ് ആ പ്രോബ്ലം എന്നുള്ളത് നമുക്ക് ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. നിങ്ങളും ഞാനും ഇപ്പോൾ ഒരു ഗെയിമിലാണെന്ന് വിചാരിക്കുക. ഞാനാണ് ഗെയിം നടത്തുന്ന ആൾ. നിങ്ങളുടെ മുൻപിൽ ഒരു 3 ഡോറ് വെച്ചിട്ടുണ്ട്. ABC എന്നീ 3 പേരുള്ള 3 ഡോറ്. അതിൽ ഏതോ 2 ഡോറിന് പിറകിൽ 2 ഓരോ ബോളുകൾ ഞാൻ വെച്ചിരിക്കുകയാണ്. ഓരോ ഡോറിന് പിറകിലുമായിട്ട് ഓരോ ബോൾ വെച്ചിരിക്കുന്നു. ഒരു ഡോറിന് പിറകിലായിട്ട് ഒരു കാർ വെച്ചിട്ടുണ്ട്. നിങ്ങളോട് ഒരു ഡോറ് ചൂസ് ചെയ്യാനായിട്ട് പറയുകയാണ്. നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഡോറിനകത്ത് കാർ ഉണ്ടെങ്കിൽ തീർച്ചയായും ആ കാറ് നിങ്ങൾക്ക് സ്വന്തം. ഓക്കെ, നിങ്ങളൊരു ഡോർ ചൂസ് ചെയ്യുക. ചൂസ് ചെയ്തു. എന്നിട്ട് ഞാൻ പറയുകയാണ്, നിങ്ങളോടുള്ള സ്നേഹം കൊണ്ടോ നിങ്ങൾ തോൽക്കണമെന്ന് വിചാരിച്ചിട്ടോ ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഇതിൽ നിങ്ങൾ ചൂസ് ചെയ്യാത്ത ഒരു ഡോർ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചെന്നിട്ട് പറയുകയാണ്, ഇതാ അതിനകത്ത് ബോളാണ് എന്നുള്ളത്. ഒരു എക്സാമ്പിളിന് ABC എന്നീ 3 ഡോറുകളിൽ നിങ്ങൾ ചൂസ് ചെയ്ത് A എന്ന ഡോറാണെന്ന് വിചാരിക്കുക. എന്നിട്ട് ഞാൻ C ഓപ്പൺ ചെയ്തിട്ട് പറയുകയാണ്, ഇതാ ഇതിനകത്ത് ബോളാണ് എന്ന്. ശേഷം നിങ്ങൾ Aയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യുമോ അല്ല Bയിലോട്ട് സ്വിച്ച് ചെയ്യുമോ? എന്ത് ചെയ്താലാണ് നിങ്ങൾക്ക് കാറ് കിട്ടാനുള്ള സാധ്യത കൂടുതൽ എന്നതാണ് ചോദ്യം. നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും പറയുന്നത് Aയിൽ തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. കാരണം സാർ, Aയിലാണേലും Bയിലാണേലും ഒരിനകത്ത് കാറും ഒന്നിനകത്ത് ബോളുമാണല്ലോ. ഞാനിപ്പോൾ ഏത് ചൂസ് ചെയ്താലും കാർ കിട്ടാനുള്ള സാധ്യത 50% തന്നെയല്ലേ. അതിനാൽ ഞാൻ A എന്ന് പറയുന്നതിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാം എന്ന് പറയുകയാണെങ്കിൽ ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ അങ്ങനെയല്ല. നിങ്ങൾ Bയിലോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ് കാറ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ. Bയിലാണ് കാർ ഉള്ളത് എന്നല്ല ഞാൻ പറഞ്ഞത്, Bയിലോട്ട് സ്വിച്ച് ചെയ്യുന്നതാണ് കാറ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതൽ എന്നാണ് പറഞ്ഞത്. അതെങ്ങനെയാണ് സാർ എന്നായിരിക്കും നിങ്ങൾക്കിപ്പോൾ പലർക്കും തോന്നുന്നുണ്ടായിരിക്കാം. വളരെ ഈസിയാണ്. ആദ്യം ഈ 3 ഡോറും ക്ലോസ്ഡ് ആണ്. നിങ്ങളോട് ഒരു ഡോറ് ചൂസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് അല്ലേ. ഇതിൽ ഏതോ 2 ഡോറിന് പിറകിൽ ഓരോരോ ബോളുകളും ഒരു ഡോറിന് പിറകിൽ കാറുമാണ്. ഇതിൽ ഈ 3 ഡോറിൽ കാറ് കിട്ടാനുള്ള സാധ്യത എത്രയാണ്? 1/3, അതായത് 0.333%. മാറ്റുകയാണെങ്കിൽ 33.33% ആണ് കാറ് കിട്ടാനുള്ള സാധ്യത. ബാക്കി 2 ഡോറിനകത്താണ് ബോളുകൾ ഉള്ളത്. ഈ 3 ഡോറിൽ ബോൾ കിട്ടാനുള്ള സാധ്യത എത്രയായിരിക്കും? 2/3 ആണ്, അതായത് 66.66% ആണ്. അതായത് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ആ ഡോറിനകത്ത് കാർ ഉണ്ടാവാനുള്ള സാധ്യതയാണോ ബോൾ ഉണ്ടാവാനുള്ള സാധ്യതയാണോ കൂടുതൽ? തീർച്ചയായും നിങ്ങൾ ആദ്യം ചൂസ് ചെയ്ത ആ ഡോറിനകത്ത് ബോൾ ഉണ്ടാവാനുള്ള സാധ്യതയല്ലേ കൂടുതൽ. മറ്റൊരു ഡോർ ഞാൻ ഓപ്പൺ ചെയ്ത് തന്നു, അതിനകത്ത് ബോൾ ഉണ്ട് എന്ന് ഉറപ്പാണ്. എങ്കിൽ മൂന്നാമത് ഓപ്പൺ ചെയ്യാതെ വെച്ചിരിക്കുന്ന ഡോറിനകത്താണ് കാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതൽ. ഓക്കെ, ഇപ്പോൾ ഇത് ചിലർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല. എങ്കിൽ തന്നെ ഇതിനൊന്ന് നമ്മൾക്ക് എന്ത് ചെയ്യാം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യാം. നിങ്ങളുടെ മുൻപിൽ ഒരു 1000 ഡോർ ഉണ്ടെന്ന് വിചാരിക്കുക. അതിന് ഒരൊറ്റ ഡോറിന് പിറകിൽ മാത്രമാണ് കാർ ഉള്ളത്. ബാക്കിയുള്ള മുഴുവൻ ഡോറിന് പിറകിലും കുഞ്ഞു ബോളുകളാണ് ഉള്ളത്. എങ്കിൽ നിങ്ങളോട് ഒരു ഡോർ ചൂസ് ചെയ്യാൻ പറയുന്നു. നിങ്ങൾ ചൂസ് ചെയ്തു. എന്നിട്ട് ബാക്കി ഒരു ഡോറ് മാത്രം ഞാൻ അങ്ങനെ വെച്ചിട്ട് എല്ലാ ഡോറും ഓപ്പൺ ചെയ്ത് കാണിച്ചു തരികയാണ്. ബാക്കിയുള്ള എല്ലാ ഡോറിനകത്തും എന്താണ്? ബോളുകളാണുള്ളത്. നിങ്ങളിപ്പോൾ ആദ്യം ചൂസ് ചെയ്ത അതേ ഡോറിൽ തന്നെയാണോ നിൽക്കുക, അല്ല ഞാൻ ഓപ്പൺ ചെയ്യാതെ വെച്ചിരിക്കുന്ന ആ ഒരു ഡോറിലോട്ട് സ്വിച്ച് ചെയ്യുമോ? നിങ്ങൾ ഭൂരിഭാഗം ആളുകളും സ്വിച്ച് ചെയ്യും അല്ലേ. കാരണം എന്താ? ആദ്യം ചൂസ് ചെയ്ത ഡോറിനകത്ത് ബോൾ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലും കാർ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവുമാണ്. ബാക്കി ഓപ്പൺ ചെയ്ത് വെക്കാതിരിക്കുന്ന ആ ഒരു ഡോറിനകത്ത് ഉറപ്പായും എന്തുണ്ടായിരിക്കും? കാർ ഉണ്ടായിരിക്കും എന്ന് നമുക്ക് പറയാം. ഉറപ്പ് എന്നല്ല, കാറ് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നുള്ളത്. ഇതാണ് മോണ്ടിഹാർ പ്രോബ്ലം എന്ന് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വേറെ ലെവലാണ് എന്ന് തന്നെ പറയണം. കാരണം കഴിഞ്ഞ 50 വർഷത്തോളം കാലം പലർക്കും മനസ്സിലാവാതെ പോയിട്ടുള്ള ഒരു പ്രോബ്ലമാണ് ഈ ഒരൊറ്റ കുഞ്ഞു വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത് തീർത്ത് കഴിഞ്ഞിരിക്കുന്നത്. ഇതുപോലെയുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ വരാം. അത്